ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക്. ഏപ്രിൽ 15 വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. അച്യുതൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വീണ്ടും ഏപ്രിൽ 15 വരെ ഇ ഡി കസ്റ്റഡിയിലേക്ക് വിടാൻ ഒരുങ്ങുകയാണ് കോടതി. ഇന്ന് ഈ റൌസ് അവന്യൂ കോടതിയിൽ ഇ ഡി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? ഒപ്പം തന്നെ കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇന്ന് എന്തൊക്കെയായിരുന്നു? വീണ, ഇന്ന് 11:30 ഇ ഡി സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. ഇന്ന് പ്രധാനമായും ഇ ഡി ചൂണ്ടിക്കാട്ടിയത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇന്നും ഇ ഡി ആവർത്തിക്കുകയുണ്ടായി. രണ്ടാമതായി പറഞ്ഞത്, ഈ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുന്നതിനായി പാസ്വേഡ് അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള ഒരു ആവശ്യമായിരുന്നു ഇ ഡി മുന്നോട്ട് വച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി കേജ്രിവാളിനെ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡിയാണ്. അതേസമയത്ത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്, അദ്ദേഹത്തിന് ഈ ജയിലിൽ കഴിയുമ്പോൾ പുസ്തകങ്ങളും അതുപോലെ തന്നെ ജപമാലയും മരുന്നുകളും അനുവദിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചു. അതായത് 3 പുസ്തകങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും മഹാഭാരതവും രാമായണവും ഉൾപ്പെടുന്ന 3 പുസ്തകങ്ങൾ നൽകാൻ കൂടി അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഒരു ഹ്രസ്വവാദമാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായ വാദങ്ങളോ പ്രതിവാദങ്ങളോ ഇന്നുണ്ടായിരുന്നില്ല. കാരണം ഇ ഡി പറഞ്ഞത്, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ആ അവസരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിക്കോളാം എന്നുള്ള ഒരു നിലപാടാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇ ഡിയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് മുഖ്യമന്ത്രി നൽകുന്നതെന്ന് കൂടിയാണ് ഇ ഡി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. വീണ, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വീണ്ടും പോവുകയാണ്. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.